നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും നിലവിൽ എല്ലാവിധ സേവനങ്ങളും കെ സ്മാർട്ടിലേക്ക് മാറിയിരിക്കുന്നു. മുമ്പ് കോർപ്പറേഷൻ്റെ മാത്രം സേവനങ്ങളാണ് കെ സ്മാർട്ടിൽ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സേവനങ്ങളും പൂർണ്ണമായും കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് ലഭിക്കുന്നത്. മുന്നോട്ടുള്ള വീഡിയോകളിൽ കെ സ്മാർട്ടിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങളെക്കുറിച്ചും വിശദമായിട്ട് വീഡിയോസ് വരും. എന്നാൽ നിലവിൽ കെ സ്മാർട്ടിൽ ഒരു ID എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, കെ സ്മാർട്ടിലുള്ള പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വലത്ത് സൈഡിലായിട്ട് VR ഓഫ്ലൈൻ എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയായതിനാൽ VR ഓഫ്ലൈൻ എന്നാണെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ, അതായത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഓഫീസ് വർക്കിംഗ് ടൈമിൽ VR ഓൺലൈൻ എന്ന് കാണാം. ഇതിൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സംശയങ്ങൾ അവിടെയുള്ള ഓഫീസറോടോ ലൈവ് ഏജൻറ്റുമാരോടോ ചോദിക്കാൻ പറ്റുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നമ്മൾ നമ്മുടെ നെയിമും അതുപോലെ മൊബൈൽ നമ്പറും നൽകിയതിന് ശേഷം ഒരു ലൈവ് ഏജൻറ്റ് കണക്റ്റ് ആവുകയും നമ്മുടെ സംശയങ്ങൾ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി ചോദിക്കാവുന്നതും ഉടനെ തന്നെ മറുപടി ലഭിക്കുന്നതുമാണ്. കെ സ്മാർട്ടിൽ വിവിധ സേവനങ്ങൾ ലഭിക്കാനായി നമ്മൾ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായി വലത്ത് സൈഡിൽ മുകളിലുള്ള രജിസ്റ്റർ എന്ന ബട്ടൺ അമർത്തിയത്. അവിടെ 3 ഓപ്ഷൻ കാണാം. അതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഇവിടെ ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആണെങ്കിൽ മാത്രമേ കെ സ്മാർട്ടിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മൊബൈലിൽ വരുന്ന ആധാർ നമ്പർ OTP ഇവിടെ നൽകുകയും ഓട്ടോമാറ്റിക്കായി ആധാറിലുള്ളതുപോലെ ഒരു പേര് അവിടെ എഴുതി കാണിക്കുകയും അതിന് താഴെ വന്ന് രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ ആധാർ ലിങ്ക്ഡ് അല്ലാത്ത, മൊബൈൽ നമ്പർ ലിങ്ക്ഡ് അല്ലാത്ത ആധാർ നമ്പർ അവിടെ അടിച്ചാൽ ഇൻവാലിഡ് ആധാർ നമ്പർ എന്നോ മറ്റോ ആണ് കാണിക്കുക. ആധാറോ മൊബൈൽ നമ്പറോ ലിങ്ക്ഡ് അല്ലാത്ത ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡിൽ കൊടുത്ത് ഇതിൽ നിന്നും ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ ID കാർഡ് എന്നിവ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ അടിച്ച് ശേഷം നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുത്ത് OTP വെരിഫൈ ചെയ്തും അക്കൗണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ കൂടുതലായി കെ സ്മാർട്ടിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.